വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബാക്ക് ടൈഡ് ബ്ലൗസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എംബ്രോയ്ഡറി ചെയ്യുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കണ്ടു നോക്കണേ. നമ്മുടെ ഓണം സ്പെഷ്യലിൽ ആദ്യത്തെ വീഡിയോ ആണ്, ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ പതിയെ ഞാൻ എല്ലാ വീക്കിലും ഓരോന്നായിട്ട് ഇടാം കേട്ടോ, നെക്സ്റ്റ് വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് നേരം കളയേണ്ട വീഡിയോയിലോട്ട് പോവാം. നമ്മളിവിടെ 1.5 മീറ്റർ സിൽക്ക് ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല കട്ടിയുള്ള ലൈനിങ്ങാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ക്ലോത്തിനെ 1/2 മീറ്ററായിട്ട് കട്ട് ചെയ്തിട്ട് 2 മടക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്, അതൊന്ന് നീട്ടി വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ബ്ലൗസിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് നേരെ നീട്ടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് സെൻറ്ററിൽ നിന്ന് ഞാനൊരു 6.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നേരെ താഴോട്ട് ഒരു 6.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നേരെ ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആം ഹോളൊന്ന് വരച്ചെടുക്കണം. അതിനായിട്ട് ഇതേ ഈ സ്ക്വയറിൻ്റെ ആ പോർഷനിൽ ഇതേ ആം ഹോളൊന്ന് വരച്ചെടുക്കാം. ഇത് 1 ടേക്ക് ബ്ലൗസ് ആയതുകൊണ്ട് നമുക്ക് വേസ്റ്റിൻ്റെ അവിടെ താഴെ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അവിടുന്ന് വീണ്ടും ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പം മാർക്ക് ചെയ്ത 3 ഇഞ്ചിൻ്റെ സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി 1.5 ഇഞ്ചിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടുന്ന് മേലോട്ടൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഡാർട്ടിൻ്റെ ലെങ്ത്താണ്, 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരെ ഒന്ന് താഴത്തോട്ടൊന്ന് വരച്ചു കൊടുക്കുക. ഇനി 2 സൈഡിലോട്ടും ആ നടുവിൽ നിന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 2 സൈഡിലോട്ടും ഇങ്ങനെ ഒന്ന് ഒരു ട്രയാങ്കിൾ പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. നമുക്ക് ഡാർട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഡാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 1 ടേക്ക് ബ്ലൗസാണ്. ഞാൻ പ്രിൻസ് കട്ട് ഇപ്പോഴെ തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മൾ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഞാൻ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഓൾറെഡി ഒരു 3 ഇഞ്ച് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 3 ഇഞ്ചും അങ്ങനെ ഒരു 6 ഇഞ്ച് പ്ലസ് നമ്മളിപ്പോൾ ഡാർട്ടുണ്ടതിന് 3 ഇഞ്ച്, അങ്ങനെ ഒരു 9 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കിപ്പോൾ ഞാൻ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തേ ഉള്ളൂ. നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം നമുക്ക്, കാരണം നമ്മൾ അവിടെ കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ആം ഹോൾ കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുക. തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുക. അപ്പോൾ ഞാൻ ആം ഹോൾ ഒന്നും കൂടി കുഴിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വിടുക. എന്നിട്ട് ആം ഹോൾ മാത്രം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. നമ്മൾ വേസ്റ്റും അതേപോലെ താഴെ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ സമയത്തേ കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സൈഡൊക്കെ അതേപോലെ തന്നെ വിടുക. ഇനി നമുക്ക് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ വിടുത്തായിട്ട് ഞാൻ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് 5 ഇഞ്ചായിട്ട് താഴത്തോട്ടും അതേപോലെ ലെങ്ത്തും 5 ഇഞ്ച് തന്നെയാണ് 5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഫ്രണ്ടിലൊരു വീനക്കായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 2 മാർക്കിങ്സ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വീനക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ നെക്കൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്ത ശേഷം മാത്രമേ നെക്ക് കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തു, കട്ട് ചെയ്തു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ട് ഒരു 1/2 ഇഞ്ചിൽ കുറവുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് 2 മടക്കി വെച്ചിട്ട് തന്നെയാണ്, അത്യാവശ്യം നല്ല വീതിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ എഡ്ജ് വശത്തു മാർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതൊന്ന് നേരെ നീട്ടി വരച്ചു കൊടുക്കുക താഴോട്ട്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് മുതൽ അപ്പുറത്തെ സൈഡിലോട്ട് ഒരു സെൻറ്ററിലോട്ട് കേട്ടോ, അപ്പുറത്തെ സൈഡിലോട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് ഷോൾഡറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് 6.5 ഇഞ്ച് മാർക്ക് ചെയ്തോട്ട് താഴെ ഞാൻ ഒരു 1/2 ഇഞ്ച് നേരത്തെ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് വരച്ചു കൊടുക്കണം തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. നമ്മൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴോട്ട് വീണ്ടും നമ്മളൊരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ആം ഹോളിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെസ്റ്റ് നമ്മൾ നേരത്തെ 8.5 മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ സെയിം ആയിട്ട് 8.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആം ഹോൾ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. നെക്കിൻ്റെ വിഡ്ത്തായിട്ട് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ താഴോട്ടുള്ള ലെങ്ത്തായിട്ട് ഒരു 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബാക്കിൽ ഒരു റൗണ്ട് നെക്കാട്ടോ വരച്ചിട്ടെടുക്കുന്നത്, തയ്ച്ചിട്ടെടുക്കുന്നത്. അതിനായിട്ട് റൗണ്ട് നെക്കോടെ വരച്ചെടുക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഇങ്ങനെയൊന്ന് വരച്ചിട്ടെടുക്കാം.
ഇനി നമ്മൾ സെൻറ്ററിൽ നിന്ന് താഴോട്ടൊരു 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ നെക്ക് കൂടെ കൂട്ടിയിട്ടാണ് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേപോലെ ബോഡിയുടെ അവിടെ, ആം ഹോളിൻ്റെ ബോഡിയുടെ അവിടെ നമ്മളൊരു 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ അപ്പോൾ 10 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചായിട്ടാണ് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത്. നമുക്കത് ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് ചെയ്യുക, ലൂസ് ചെയ്യുക, എങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ബാക്കിൽ 7 ഇഞ്ചാണ് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത്. നമ്മൾ ആ 10 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ഇതേ ആം ഹോളിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ആ വേസ്റ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു ബോഡി. ഇത് നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റ് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് ഇതേ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നേരെ ഇങ്ങനെ ഒരു ലൈനായിട്ട് വരച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കാം. ഞാൻ ചെറുതായിട്ടൊന്ന് കർവായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഇതേ അവിടെ വിടുക, ആ താഴത്തെ അവിടെ ആ പോർഷനൊന്ന് വിടുക. പിന്നെ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/2 ഇഞ്ച് വിടുക. ഇനി നമുക്കിത് ആം ഹോൾ കട്ട് ചെയ്ത് മാറ്റാം, അതേപോലെ താഴെയും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബാക്ക് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ബാക്ക് വശം മൊത്തം റെഡി ആയിട്ടില്ല, അതിൻ്റെ മുകൾ വശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൈ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാനിവിടെ 28 ഇഞ്ച് ലെങ്ത്തുള്ളൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിടുത്ത് വരുന്നത് 14 ഇഞ്ചാണ്. അത് 4ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് വേണ്ടി 13 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷനിൽ 10 ഇഞ്ച് ബോഡിയെ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അപ്പർ പോർഷനിൽ. നമുക്ക് 3 ഇഞ്ചിൻ്റെ ടൈം കൂടെ വെച്ച് കൊടുത്താലേ ആ 13 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്യാനൊരു ഈസിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിവിടെ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ നേരെ നീട്ടി വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വേണമെങ്കിൽ ഈ ഒരു അറ്റം വരുമ്പോൾ നമുക്ക് കുറച്ച് വേണമെങ്കിൽ ഒന്ന് തിന്നായിട്ട് ചെയ്യാം. പക്ഷേ ഞാനിവിടെ 3 ഇഞ്ചിൻ്റെ സ്ട്രൈറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ ഒന്ന് കേർവ് ചെയ്തിട്ട് എടുക്കുന്നേ ഉള്ളൂ. ഒരു എഡ്ജ് വാഷ് അങ്ങനെ കേർവ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതേ നമ്മളൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 പോർഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ടൈയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ 2 സൈഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിവശം നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ഇനി ഇതേ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് വെച്ച് കൊടുക്കുവാണ്. ആ ലൈനിങ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ലൈനിങ് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് എടുത്താൽ മതി, പക്ഷേ നമുക്കത് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ലൈനിങ്. നമ്മൾ മാർക്കിങ് ട്രേസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ആ സെയിം മാർക്കിങ് നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ കേട്ടോ നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് എടുത്തത്. ഇത് നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ്ങിൻ്റെ നല്ല വശം നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശം ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഡാർട്ട് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഡാർട്ട് ഇതേ ഇങ്ങനെ സെൻറ്ററിലാക്കിയിട്ട് ഇങ്ങനെ പിടിക്കുക. ഇപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഡാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ആദ്യം ലൈനിങ്ങിൻ്റെ ഡാർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. ലൈനിങ്ങിൻ്റെ ചെയ്തിട്ടെടുക്കുക. അതേപോലെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ഡാർട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതേ നമ്മൾ ഡാർട്ട് സ്റ്റിച്ച് ചെയ്തു, ലൈനിങ്ങിൻ്റെ ഡാർട്ടും സ്റ്റിച്ച് ചെയ്തു, അതേപോലെ നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ ഡാർട്ടും സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഇതേ നമ്മൾ നെക്കിൻ്റെ ആ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് സെൻറ്ററിലൊന്ന് കട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേ ഒന്ന് മറച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറിച്ചിട്ടു. ഇനി നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ബ്ലൗസിൻ്റെ അടിവശത്ത് നമുക്ക് പട്ടി വെച്ച് കൊടുക്കണം. അതിനായിട്ട് ഞാൻ 2 ഇഞ്ച് വീതിയുള്ളൊരു നീളത്തിലുള്ള ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇതേ എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനി ആവശ്യമില്ലാത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ ബ്ലൗസ് ഒന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെച്ച് ഈ ഒരു ക്ലോത്ത് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ എഡ്ജ് വശം, വേസ്റ്റിൻ്റെ എഡ്ജ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് എഡ്ജ് വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഫോൾഡ് ചെയ്തതിൻ്റെ ആ ഒരു എഡ്ജ് വശം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ ചെയ്തിട്ടെടുക്കുക. അതിനായിട്ട് ഞാൻ 2 ലൈനിങ് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി
ഇതേ ലൈനിങ്ങിൻ്റെ നല്ല വശവും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും കൂടി ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ലെഫ്റ്റ് സൈഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ റൈറ്റ് സൈഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്ക് റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ സ്റ്റിച്ച് ചെയ്യുക, അടിവശം സ്റ്റിച്ച് ചെയ്യുക, അതേപോലെ നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 3 ഭാഗങ്ങളാണ് റൈറ്റ് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെക്ക്, സെൻറ്റർ, അടിവശം. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ നെക്ക് സ്റ്റിച്ച് ചെയ്യുക, അടിവശം സ്റ്റിച്ച് ചെയ്യുക. സെൻറ്റർ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിൻ്റെ 3 പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ലെഫ്റ്റ് സൈഡിൻ്റെ താഴെയും നെക്കും മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ഇത് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ അതേ നമ്മൾ റൈറ്റ് സൈഡിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ കട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം നമുക്കത് കുറച്ചൊരു കട്ടി വേണം അവിടെ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് വിട്ട് കട്ട് ചെയ്തു. നെക്കും ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറച്ചിടണം. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൻ്റെ ആണെങ്കിൽ നെക്ക് കട്ട് ചെയ്തു, താഴെ കട്ട് ചെയ്തു, എന്നിട്ട് ചെറിയ ചെറിയ കട്ട്സ് കൊടുത്തു. ഇത് രണ്ടും നമുക്കൊന്ന് മറച്ചിടാം. അപ്പോൾ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും നമ്മൾ മറച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് എഡ്ജസ് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ നെക്ക് തുടങ്ങി സെൻറ്റർ താഴെ സ്റ്റിച്ച് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൻ്റെ താഴെയും നെക്കും മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിൽ സെൻറ്ററിലായിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ, പക്ഷേ ആ മാർക്കിങ്സ് പോയതുകൊണ്ട് ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ടിത് ഒരു 1/2 ഇഞ്ച് കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാനൊന്ന് കാണാൻ വേണ്ടിയിട്ടൊന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആ എക്സ്ട്രാ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ മാത്രം ഒന്ന് മടക്കുക. ഒന്ന് ഫോൾഡ് ചെയ്യുക. അതെ, ഒന്ന് ഫോൾഡ് ചെയ്യുക. ഒന്ന് നല്ല അമർത്തിയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അകത്തോട്ട് വെച്ചിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അങ്ങനെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ബോക്സ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലൂപ്സാണ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ലൂപ്സ് കുറച്ച് തള്ളിയാണ് നിൽക്കുക. റൈറ്റ് സൈഡിൻ്റെ ആ ഒരു പോർഷൻ അതിൻ്റെ മേലെ വന്ന് നിൽക്കും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ലൂപ്പിൻ്റെ താഴെയും ഹുക്ക് മേലെയും അതേപോലെ. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ രണ്ടും കൂടെ എങ്ങനെ ഒന്ന് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ ഫ്രണ്ട് പോർഷനും ഇതേ ബാക്ക് പോർഷനും കൂടെ ഒരുമിച്ച് വെക്കുക. ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ബാക്ക് പോർഷൻ്റെ നല്ല വശം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡറിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഷോൾഡേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ 4 എണ്ണം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കുക. എന്നിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ടൈ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇനി കർവ് വരുന്ന ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മറച്ചിടാം. അപ്പോൾ അതേ നമ്മൾ മറിച്ചിട്ടു. നമ്മൾ ടൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ടൈ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ബോഡി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമുക്ക് ബോഡി സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആം ഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി താഴെ വരെ സ്റ്റിച്ച് ചെയ്യട്ടോ. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ അവിടെ നിന്ന് തുടങ്ങി നമ്മൾ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടല്ലോ, അവിടെ നമ്മൾ ടൈ വെച്ച് കൊടുക്കുക 2 സൈഡിലായിട്ടും. ഇതേ ഒരു സൈഡിൽ ടൈ വെച്ച് കൊടുത്തു, അപ്പുറത്തെ സൈഡിൽ ടൈ വെച്ച് കൊടുത്തു. ഇത് നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്തത് അതേപോലെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാം. ആം ഹോൾ തുടങ്ങി താഴെ വരെ. അപ്പോൾ 2 സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതേ നമ്മൾ ടൈ സ്റ്റിച്ച് ചെയ്തു, കണ്ടില്ലേ, പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലൗസ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം. എനിക്കിപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല, കാരണം ഞാൻ ഒരുപാട് വീഡിയോയിൽ പഫ് സ്ലീവ് കാണിച്ചുകൊണ്ട് ഞാൻ അതിൽ കാണിക്കുന്നില്ല. നമ്മൾ സിമ്പിളായിട്ടുള്ള പഫ് സ്ലീവാണ് ചെയ്തിട്ടെടുത്തത്. അപ്പോൾ സ്ലീവും കൂടെ വെച്ചിട്ട് ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ബ്ലൗസ് ഉണ്ടാവുക. അപ്പോൾ സ്ലീവ് കാണിക്കാത്ത വേറൊന്നല്ല, ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. ഇനി നമുക്ക് ഹുക്കും ലൂപ്സും കൂടെ വെച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ പാഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. പാഡ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഹെം ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ലൈനിങ്ങിലാട്ടോ നമ്മൾ പാഡ് ഹെം ചെയ്ത് കൊടുക്കേണ്ടത്, മെയിൻ ക്ലോത്തിലാവാൻ പാടില്ല. അപ്പോൾ ഇത് സെൻറ്റർ ഹെം ചെയ്യുക, പിന്നെ 4 സൈഡും കൂടെ ഹെം ചെയ്യുക. അപ്പോൾ നമുക്കത് ആവശ്യമില്ലെങ്കിൽ എടുത്ത് മാറ്റാം.
പിന്നെ പഫ് സ്ലീവ് എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബ്ലൗസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാട്ടോ ഫൈനൽ ലുക്ക്. പിന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി ചെയ്ത വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്കത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ബ്ലൗസ് ഇപ്പോൾ കുറച്ച് ട്രെൻഡിങ് ആണ്. ഞാൻ ഇപ്പോൾ 1-2 വെബ്സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബാക്ക് ഇങ്ങനെ ടൈഡായിട്ടുള്ള ബ്ലൗസ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, അതേപോലെ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാണ്ട് കമൻറ്റ് ചെയ്ത് പറയാം. അതുപോലെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.